പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് മലപ്പുറം എക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ, അതായത് August 2 തിങ്കളാഴ്ച 2021 എക്കോ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരിക്കുകയാണ്. FYQ1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിനോടകം 8 മണി മുതൽ 9:30 വരെയുള്ള സമയങ്ങളിൽ കൂൾ ഓഫ് ടൈം അടക്കം വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞത്. അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ എങ്ങനെയാണ് അതിന് മാർക്കുകൾ ലഭിക്കുന്നതും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതും എന്നാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഓരോ ചോദ്യങ്ങളും അതിന് ഏത് രീതിയിൽ ഉത്തരം വരണമെന്നുള്ളതും മനസ്സിലാക്കി വെക്കുന്നത് പൊതുപരീക്ഷയിലേക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ദ ഇക്വിറ്റി ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ടു ദ പബ്ലിക് ഈസ് നോൺ ആസ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്നതിനെ അറിയപ്പെടുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്സ്. അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഉൽപ്പാദനം, ഉപഭോഗം, വിതരണം, ഇവയെല്ലാം. ആൻസർ ഡി ആണ്. ഇവയെല്ലാം അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡെമോഗ്രാഫിക് ഡാറ്റ ഓൺ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് in India are collected and published by RGI, NSSO, CSO, Labour Bureau. ഇന്ത്യയിൽ ജനന മരണ നിരക്കുകളെ സംബന്ധിച്ചുള്ള ദത്തങ്ങൾ ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത്, അവിടെ നമ്മൾക്ക് ആൻസറായിട്ട് ലഭിക്കുന്നത് ഓപ്ഷൻ എ RGI. നാലാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പിളിംഗ് എറേഴ്സ് can be minimized by taking small sample, large sample, medium sample, none of this. സാമ്പിളിംഗ് പിഴവ് കുറക്കുന്നതിന് സഹായിക്കുന്നത് ചെറിയ സാമ്പിളുകൾ എടുക്കുന്നതാണ്, വലിയ സാമ്പിളുകൾ എടുക്കുന്നതാണ്, ഇടത്തരം സാമ്പിളുകളാണ്, ഇവയൊന്നുമല്ല എന്നാണ്. ഇതിലെ ആൻസറായിട്ട് നമുക്ക് ലഭിക്കുക ബി ആണ്, വലിയ സാമ്പിൾ അല്ലേ. അഞ്ചാമത്തെ question, devaluation of currency means increase the value of domestic currency, decrease the value of domestic currency, no change the value of currency, none of this. കറൻസിയുടെ മൂല്യശോഷണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആഭ്യന്തര കറൻസിയുടെ മൂല്യം വർദ്ധിക്കുന്നു, ആഭ്യന്തര കറൻസിയുടെ മൂല്യം കുറയുന്നു, കറൻസിയുടെ മൂല്യത്തിൽ മാറ്റമില്ല, ഇവയൊന്നുമല്ല. ഇതിലെ ഓപ്ഷൻ ബി ആണ്, ഡിക്രീസ് ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി. ആഭ്യന്തര കറൻസിയുടെ മൂല്യം കുറയുന്നതാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. എ സർവേ, ബി റാൻഡം സാമ്പിളിംഗ്, സി സെൻസസ്, ഡി WTO, ഇ NEP. എ കോളത്തിൽ ABCD E ഇങ്ങനെയാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അവക്ക് ബി കോളത്തിൽ ശരിയായിട്ട് ചേർക്കേണ്ടത്, എക്ക് നേരെ വരുന്നത് ടു കളക്ട് ഡാറ്റ, ബിക്ക് നേരെ ലോട്ടറി മെത്തേഡ്, സിക്ക് നേരെ കംപ്ലീറ്റ് എന്യൂമറേഷൻ, ഡി WTO 1995, ഇ ന്യൂ ഇക്കണോമിക് പോളിസി 1991. 5 മാർക്കാണ് AB കോളം പൂർണ്ണമായും ശരിയായി കഴിഞ്ഞാൽ ലഭിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഓരോ മാർക്ക് വീതവും, ആറാമത്തെ ക്വസ്റ്റ്യനിൽ മുഴുവൻ ശരിയാകുമ്പോൾ 5 മാർക്കും, ഓരോന്നും കറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ മാർക്കും. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. മോസ്റ്റ് ഓഫ് ദ സർവേസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ ആർ സാമ്പിൾ സർവേസ്. പ്രിപ്പയർ എനി 2 റീസൺസ് ടു സപ്പോർട്ട് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യയിൽ നടക്കുന്ന മിക്ക സർവേകളും സാമ്പിൾ സർവേകളാണ്. ഈ പ്രസ്താവനയെ പിന്തുണക്കുന്നതിനുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ കണ്ടെത്തുക.
ഇത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ലെസ് എക്സ്പെൻസീവ്, ഷോർട്ടർ ടൈംസ്, സ്മോളർ എന്യൂമറേറ്റേഴ്സ് റിക്വയർഡ് അങ്ങനെ പറയുന്ന എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ചിലവേ ഇതുകൊണ്ട് വരികയുള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇവിടെ സർവേ പൂർത്തിയാക്കാൻ സാധിക്കും. എന്യൂമറേറ്റേഴ്സ്, ഒരുപാട് എന്യൂമറേറ്റേഴ്സ് ആവശ്യമില്ല. അങ്ങനെ പറയുന്ന ഏതെങ്കിലും 2 പോയിൻ്റുകളാണ്. ഒരു പോയിൻറ്റിന് 1 മാർക്ക്, അങ്ങനെ 2 പോയിൻ്റ് ആകുമ്പോൾ 2 മാർക്ക് ലഭിക്കും. 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൈവറ്റൈസേഷൻ? റൈറ്റ് 2 ways ഓഫ് പ്രൈവറ്റൈസേഷൻ. എന്താണ് സ്വകാര്യവൽക്കരണം? അതിൻ്റെ 2 മാർഗങ്ങൾ എഴുതുക. പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഉടമസ്ഥതയും നിയന്ത്രണവും ഒക്കെ സ്വകാര്യ വ്യക്തികളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ കയറി ചെല്ലുന്നതാണ് സ്വകാര്യവൽക്കരണം. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നതാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റൈസേഷനിലേക്ക് 1-2 വഴികളിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുക വഴി അതിൻ്റെ ഉടമസ്ഥത സ്വകാര്യ സംരംഭകരിലേക്ക് എത്തിച്ചേരുകയാണ്. മറ്റൊന്ന്, പൂർണ്ണമായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക വഴി അപനിക്ഷേപം വഴിയുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദാറ്റ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ വാസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദ റിഫോം പ്രോസസ് ഓഫ് 1991? ജസ്റ്റിഫൈ യുവർ ആൻസർ. 1991 പരിഷ്കാര പ്രക്രിയ ഇന്ത്യൻ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്ന് നിങ്ങൾ കരുതുന്നുവോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഇവിടെ ഇത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചേ എഴുതേണ്ടതുള്ളൂ. ഇവിടെ ഉത്തരമായിട്ട് കിട്ടുന്നത് യെസ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം വരുന്നതെങ്കിൽ അതിന് 1 സ്കോറുണ്ട്. പിന്നീട് അതിലേക്ക് കാരണങ്ങളായിട്ട് പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഡിക്ലൈൻ ഇൻ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ, അല്ലേ, പൊതുമേഖലയിൽ നിന്നും കാർഷിക മേഖലയിലേക്കുള്ള നിക്ഷേപങ്ങൾ കുറഞ്ഞു എന്നുള്ളതൊരു കാരണമാണ്. ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്സ്, കാർഷിക നിവേശങ്ങൾക്ക് വിത്തുകളും വളങ്ങളും കീടനാശിനികളും ഇതിനൊക്കെ വില വർദ്ധിച്ചു എന്നുള്ളത് മറ്റൊരു കാരണമാണ്. ഡിക്രീസ് ഇൻ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് കുറഞ്ഞു എന്നുള്ളത് കാരണമാണ്. അങ്ങനെ പറയുന്ന സമാനമായിട്ടുള്ള കാരണങ്ങളിൽ ഏതെങ്കിലും 2 കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ 1 പോയിൻ്റ് അതും. 1991 പരിഷ്കാര പ്രക്രിയ ഇന്ത്യൻ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുവോ? യെസ് എന്നാണ് ഉത്തരം വരുന്നതെങ്കിൽ അതിന്1 മാർക്കും കൂടെ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ പൂർണ്ണമായും 2 മാർക്ക് നേടാവുന്നതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ 2 സെൻസസ് ഇൻ വിച്ച് വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ്, എലൂസിഡേറ്റ്. സാംഖ്യകം എന്ന പദം ഉപയോഗിക്കാവുന്ന 2 അർത്ഥതലങ്ങൾ അവ വ്യക്തമാക്കുക. 2 മാർക്കിനുള്ളതാണ്. അപ്പോൾ സിംഗുലർ ആൻഡ് പ്ലൂരൽ സെൻസസ് എന്നുള്ളത് കൊടുത്താൽ തന്നെ 1 മാർക്ക് അവിടെ കരസ്ഥമാക്കാൻ പറ്റും. പിന്നെ സിംഗുലർ എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ്? സിംഗുലർ എന്ന് പറയുന്ന രൂപത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗപ്പെടുത്തുന്നത് വേരിയസ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ്. അവ നമ്മൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ സിംഗുലർ ഫോമിലായിട്ട് കാണപ്പെടുന്നതാണെങ്കിൽ പ്ലൂരൽ സെൻസിൽ ഉപയോഗപ്പെടുത്തുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ. ഉദാഹരണത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ബർത്ത്, ഡെത്ത്, ഇമ്പോർട്ട്സ്, എക്സ്പോർട്ട്സ്, അല്ലേ, മരണം, ജനനം, അതുപോലെ കയറ്റുമതി, ഇറക്കുമതി, ഇവയുടെയൊക്കെ കണക്കുകൾ അതൊക്കെ രൂപപ്പെടുത്തുന്നതും അവയെല്ലാം പബ്ലിഷ് ചെയ്യുന്നതും പ്ലൂരൽ സെൻസിലാണ്. 11, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു 2 കാറ്റഗറീസ് വിത്ത് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽസ്, ഹൈറ്റ്, പേഴ്സണാലിറ്റി, വെയ്റ്റ്, ഹോണസ്റ്റി, ഇൻകം, ബ്യൂട്ടി. വളരെ എളുപ്പത്തിൽ ഇതിനെ തരംതിരിക്കാവുന്നതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയെ യോജിച്ച ശീർഷകങ്ങളോടെ ഇനം തിരിക്കുക. ഉയരം, വ്യക്തിത്വം,
ഭാരം, സത്യസന്ധത, വരുമാനം, സൗന്ദര്യം. ഇത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റയും അങ്ങനെയാണ് ഇതിനെ തരംതിരിക്കേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളതിൽ വരുന്നതാണ് ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നിടത്താണ് പേഴ്സണാലിറ്റി, ഹോണസ്റ്റി, ബ്യൂട്ടി. ഇങ്ങനെ 2 മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിനുള്ളതാണ്. ലിസ്റ്റ് ഔട്ട് 2 നോൺ സാമ്പിളിംഗ് എറേഴ്സ്. 2 സാമ്പിളിംഗ് അല്ലാത്ത പിഴവുകളാണ്, നോൺ സാമ്പിളിംഗ് എറേഴ്സാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ, നോൺ റെസ്പോൺസ് എറേഴ്സ്, സാമ്പിളിംഗ് ബയാസ്, ഇതിലേതെങ്കിലും 2 എണ്ണമാണ്. അങ്ങനെ കൊടുത്താൽ 2 മാർക്കും പൂർണ്ണമായിട്ടും നേടാൻ സാധിക്കും. എന്യൂമറേറ്റേഴ്സിൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങൾ കയറി വരുന്നതും സാമ്പിളിങ്ങിന് വേണ്ടി റെസ്പോൺസ് ഇല്ലാതെ അങ്ങനെ അതുവഴി സംഭവിക്കുന്ന എററുകളും ഡാറ്റ സ്വീകരിച്ചു കഴിഞ്ഞ് അത് പകർത്തുന്നിടത്ത് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ ഈ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്നുള്ളതിൽ കണ്ടെത്താൻ പറ്റും. ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് 3 റീസൺസ് ഓഫ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി ഇൻ 1991. 1991 പുത്തൻ സാമ്പത്തിക നയം ആവിഷ്കരിക്കുവാനുള്ള 3 കാരണങ്ങളാണ് എഴുതേണ്ടത്. അവിടെ 13ൻ്റെ ആൻസറിലേക്ക് വരുമ്പോൾ 3 മാർക്ക് ലഭിക്കുന്നത് റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ്, അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചത് ഒരു കാരണമാണ്. ഫോൾ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് കുറഞ്ഞു പോയത്, വളരെ ശുഷ്കിച്ചത് മറ്റൊരു കാരണമാണ്. റൈസ് ഇൻ ദ ഇമ്പോർട്ട്സ് ആൻഡ് ഫാൾ ഇൻ ദ എക്സ്പോർട്സ്, നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി കൂടിയതും നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ തോത് കുറഞ്ഞതും മറ്റു കാരണമാണ്. ഇങ്ങനെ പറയുന്ന സമാനമായിട്ടുള്ള 3 റീസൺസ് കൊടുക്കുമ്പോൾ അതിലേക്ക് 3 മാർക്ക് ലഭിക്കും. 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ പൈലറ്റ് സർവേ, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്? പൈലറ്റ് സർവേ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പൈലറ്റ് സർവേയുടെ മേന്മകൾ എന്തെല്ലാം? ഇപ്പോൾ പൈലറ്റ് സർവേ എന്നുള്ളത് ഒരു ട്രൈ ഔട്ടാണ്. ഇറ്റ്സ് എ ട്രൈ ഔട്ട്. ഒരു സർവേ നടത്തുന്നതിന് മുൻപ് ഒരു നിശ്ചിത ചെറിയ ഗ്രൂപ്പിൽ നിന്ന് വിവരശേഖരണം നടത്തി അതിൻ്റെ ശരിതെറ്റുകൾ പരിശോധിക്കുകയാണ് പൈലറ്റ് സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ ട്രൈ ഔട്ട്. 1 മാർക്ക് അങ്ങനെ ലഭിക്കും. ഒരു സർവേക്ക് മുന്നോടിയായിട്ട് അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, മേഖലകൾ, അതോടൊപ്പം എവിടെയൊക്കെയാണ് കൂടുതൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ തെറ്റുകളാണ് തിരുത്തേണ്ടത് എന്നതൊക്കെ ഒരു ഹോംവർക്ക് നടത്താൻ ഈ പൈലറ്റ് സർവേ നടത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥ സർവേയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ക്ലിയർ പിക്ചർ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മേന്മകളായിട്ട് നമുക്ക് പറയാൻ. എത്രത്തോളം ഇതിന് ചിലവ് പ്രതീക്ഷിക്കേണ്ടി വരും, എത്രത്തോളം എന്യൂമറേറ്റേഴ്സ് ഇതിലേക്ക് കയറി വരേണ്ടി വരും, എത്ര സമയം നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെ പറയുന്നതൊക്കെ ഒരു ഏകദേശ രൂപം പൈലറ്റ് സർവേയിൽ നിന്ന് നേടാൻ സാധിക്കും. അതിനെ മുന്നൊരുക്കത്തോടു കൂടി സർവേയിലേക്ക് കടന്നു ചെല്ലാനും സാധിക്കും. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഔട്ട്സോഴ്സിംഗ്, വൈ ഇന്ത്യ ഈസ് എ മേജർ ഡെസ്റ്റിനേഷൻ ഓഫ് ഗ്ലോബൽ ഔട്ട്സോഴ്സിംഗ്? എന്താണ് പുറം കരാർ നൽകൽ? എന്തുകൊണ്ടാണ് ഇന്ത്യ ആഗോള പുറം കരാറിൻ്റെ പ്രധാന ലക്ഷ്യകേന്ദ്രമായത്? ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. മീനിങ് ഓഫ് ഔട്ട്സോഴ്സിംഗ് എന്ന് എഴുതുമ്പോൾ അവിടെ 1 മാർക്ക് ലഭിക്കും. മീനിങ് ഓഫ് ഔട്ട്സോഴ്സിംഗ് അറിയാം. സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡ്, ഒരു രാജ്യത്തെ കമ്പനി അവിടേക്ക് തൊഴിൽ ശേഷിയും മറ്റും പുറം രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവരിൽ നിന്ന് അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അമേരിക്കയിലുള്ള ഒരു കമ്പനി അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ സേവനമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫാർമസിസ്റ്റുകൾ ഇന്ത്യയിലിരുന്ന് തന്നെ അവർക്ക് ആ തൊഴിലെടുക്കുന്ന ഒരവസ്ഥ, ഇത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ടുണ്ട്.
ഇവിടെ ഇരുന്ന് തന്നെ അവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്നൊരവസ്ഥ. തിരിച്ചും ഇത് ഔട്ട്സോഴ്സിങ്. ഇന്ത്യയിലെ വിവിധ കമ്പനികൾ മറ്റ് വിദേശികളിൽ നിന്ന് ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അതിൽ തന്നെ, എന്തുകൊണ്ടാണ് ഇന്ത്യ ആഗോള പുറംകരാറിൻ്റെ പ്രധാന ലക്ഷ്യകേന്ദ്രമായത്? അത് ഉത്തരത്തിലേക്ക് പരിശോധിക്കുമ്പോൾ ലോ വേജ് റേറ്റ്, ഇന്ത്യയിൽ വേതന നിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് പല കമ്പനികളും ഇവിടെയുള്ള തൊഴിലാളികളെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളിൽ നിന്ന് സേവനം സ്വീകരിക്കുന്നതിലേക്ക് ഇടയാക്കിയിട്ടുണ്ട്. അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബേഴ്സ്, ഇവിടെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി കൂടുതലാണ്. അതുപോലെ പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പല രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നോൺ ഇംഗ്ലീഷ് കൺട്രീസ് എന്നുള്ളതിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഉയർന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കമ്പനികൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനും അതുപോലെ പറയുന്ന എളുപ്പത്തിൽ വിവരങ്ങൾ കൈമാറാനും സാധിക്കുന്നു എന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള തൊഴിലാളികളുടെയും ഇവിടെ നിന്നുള്ള മറ്റു പ്രൊഫഷണലുകളുടെയും സേവനം സ്വീകരിക്കുന്നതിലേക്ക് ഇടയാക്കിയത്. അതാണ് ഇന്ത്യ ഒരു ഹബ്ബായി മാറാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. 16ാമത്തത്, ടെൽ യുവർ ഫ്രണ്ട് വൈ യു ലേൺ സ്റ്റാറ്റിസ്റ്റിക്സ് അലോങ് വിത്ത് ഇക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിനൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നതിൻ്റെ കാരണങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് പറയുക. ഇത് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. അവിടെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യമാണ് അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഇക്കണോമിക് പ്രോബ്ലം അല്ലേ, പൊതുവായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സഹായകരമാകുന്നുണ്ട്. സിംപ്ലിഫൈ ദ കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ, വളരെ സങ്കീർണമായ ഡാറ്റകളെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്താൽ അത് ലളിതമാക്കി അത് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നുണ്ട്. റിഡ്യൂസ് ദ വോള്യൂം ഓഫ് ഡാറ്റ, ഒരു വലിയ ഡാറ്റകളെ ഒരു ചെറിയ ഫിഗറിലേക്കാക്കി മാറ്റാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായകമാകുന്നുണ്ട്. ഒരു രാജ്യത്തെ തൊഴിലില്ലായ്മ, ഒരു രാജ്യത്തെ ദാരിദ്ര്യം ഇത് പറയുന്നത് വലിയ നമ്പറാണ്. അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വെച്ച് ഡാറ്റകളെ കളക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഗറിലേക്ക്, ചെറിയൊരു ഫിഗറിലേക്കാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിന് സഹായകരമാവുന്നതാണ്. ഹെൽപ്സ് ടു ഫോർമുലേറ്റ് പ്ലാൻ ആൻഡ് പോളിസീസ്, ഗവൺമെൻറ്റുകൾക്ക് അവരുടെ പദ്ധതികളും നയങ്ങളും ഒക്കെ രൂപീകരിക്കുന്നതിന് വളരെയധികം സഹായകരമാണ്. ഇങ്ങനെ പറയുന്നതിൽ ഏതെങ്കിലും 3 പോയിന്റുകൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 3 മാർക്കും തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി 5 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യനുകളാണ്. അതിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിളിംഗ് സർവേ മെത്തേഡ് ടു കളക്ട് ദ ഡാറ്റ. ബീങ് ആൻ ഇക്കണോമിക് സ്റ്റുഡൻറ്റ്, പോയിൻ്റ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സെൻസസ് മെത്തേഡ്. സാധാരണയായി ദത്തങ്ങൾ ശേഖരിക്കുന്നതിന് സ്വീകരിക്കുന്ന 2 രീതികളാണ് സെൻസസ് രീതിയും സാമ്പിളിംഗ് രീതിയും. ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ സെൻസസ് രീതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ചൂണ്ടിക്കാട്ടുക. ഇവിടെ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് മെത്തേഡും അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതിനാണ് 2 മാർക്ക്. ഇപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ഡാറ്റ കളക്ഷനാണ്, സമ്പൂർണ്ണമായിട്ടുള്ള വിവരശേഖരണമാണ് നടത്തുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണമാണ്. ഇതാണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റിങ്ക്വിഷൻ എന്ന് പറയുന്നത്. ഇനി സെൻസസിനുള്ള മെറിറ്റ്സ് 3 എണ്ണം, അങ്ങനെയാകുമ്പോൾ 1/2 മാർക്ക് വീതം, അങ്ങനെ 1.5 മാർക്ക്. അതുപോലെ അതിൻ്റെ ഡിമെറിറ്റ്സ് 3 എണ്ണം കൊടുക്കുക. അപ്പോൾ സെൻസസിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് സെൻസസ് നടത്തി ലഭിക്കുന്ന ഡാറ്റകൾ ആക്യുറേറ്റ് ആയിരിക്കും, അതിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ലാർജ് സാമ്പിളിംഗ് ആണ് അവിടെ നടത്തുന്നത്, വലിയ വിഭാഗം പൂർണ്ണമായിട്ടും വിവരശേഖരണം നടത്തുകയാണ്. അത് പിന്നീട് സയൻറ്റിഫിക്കായിട്ട് പോളിസി പ്രോഗ്രാംസ് മേക്ക് ചെയ്യുന്നതിലേക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അങ്ങനെ പറയുന്നതൊക്കെ അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്ന കോളത്തിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഗവൺമെൻറ്റിന് പിന്തുടരാൻ പറ്റും, ആ ഡാറ്റയുടെ പശ്ചാത്തലത്തിലുള്ള നയങ്ങളും പോളിസികളും പ്ലാനുകളൊക്കെ രൂപീകരിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ മെറിറ്റ്സ് ഉണ്ട്. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നിടത്ത് ഇവിടെ വലിയ ചിലവേറിയതാണ്, വലിയ സമയം ഇതിനു വേണ്ടി
ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു വലിയ വിഭാഗം എന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അങ്ങനെ പറയുന്ന ഡീമെറിറ്റ്സ് എന്ന് പറയുന്നതും കമ്പാരിറ്റീവ്ലി 3 എണ്ണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്കതിൽ 1.5 മാർക്ക് അവിടെയും നേടാം. പൂർണ്ണമായിട്ടും 5 മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. 18 ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇക്കണോമിക് റിഫോം മെഷേഴ്സ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ. കാർഷിക, വ്യാവസായിക, ധനകാര്യ മേഖലകളിൽ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ ഉളവാക്കിയ ഫലങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണത്. ഇവിടെ ഇതിൻ്റെ ആൻസറിലേക്ക് വരുമ്പോൾ ഇമ്പാക്റ്റ് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടറിലെ ഇമ്പാക്റ്റുകൾക്ക് 1.5 മാർക്ക് വീതം, അങ്ങനെ 4.5 മാർക്കും. വിമർശനാത്മകമായി വിലയിരുത്തുന്നതിൽ 1/2 മാർക്കും അതിന് കിട്ടും. ഇവിടെ അപ്പോൾ അവിടെ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഫിനാൻസ് സെക്ടറിലും, ഇപ്പോൾ ബാങ്കിങ്, അവിടെ പുത്തൻ ബാങ്കുകളുടെ ആവിർഭാവവും ന്യൂ ജനറേഷൻ ബാങ്കുകളും അതുപോലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, അങ്ങനെ പറയുന്ന ധനകാര്യ മേഖലയിൽ ഫിനാൻഷ്യൽ സെക്ടറിലുണ്ടായ റിഫോംസുകൾ, പ്രൈവറ്റൈസേഷൻസും ഒക്കെ അവിടെ കോട്ട് ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലയിലും വ്യവസായ ധനകാര്യ മേഖലകളിലുണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾക്ക് ടെക്സ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അവിടെ കാര്യമായിട്ട് അതിൻ്റെ പോയിന്റുകൾ പറയുന്നത്. അതിനാണ് ഇവിടെ 4.5 മാർക്ക്. വിമർശനാത്മകമായി വിലയിരുത്തുന്നതിന് 1/2 മാർക്കാണ്. ഇനി 8 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ വിത്ത് എക്സാമ്പിൾസ്. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. പ്രാഥമിക ദത്തങ്ങളും ദ്വിതീയ ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം വിവരിക്കുക. പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കാനുള്ള മാർഗങ്ങൾ വിവരിക്കുക. അവയുടെ മേന്മകളും കോട്ടങ്ങളും ചർച്ച ചെയ്യുക. 8 മാർക്കിനുള്ളതാണ്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യുമ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്താണെന്നും അതിൻ്റെ എക്സാമ്പിളുകളും എഴുതുമ്പോൾ 3 മാർക്ക്. അപ്പോൾ പ്രൈമറി ഡാറ്റ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്, നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളെയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ പബ്ലിഷ്ഡ് ഡാറ്റയാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്ന ഡാറ്റ സെക്കൻഡറി ഡാറ്റയാണ്. ഒരു ബാങ്ക് മാനേജറോട് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ച് കിട്ടുന്നത് പ്രൈമറി ഡാറ്റയാണ്. 3 മാർക്ക് അങ്ങനെ ലഭിക്കും. ഇനി 5 മാർക്ക് വരുന്നത് അതിലെ ഉപചോദ്യമായിട്ടുള്ള ബി ക്വസ്റ്റ്യനിലാണ്. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ടെലഫോണിക് ഇൻ്റർവ്യൂ, അങ്ങനെ പറയുന്നതൊക്കെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികളാണ്. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആവുമ്പോൾ 5 മാർക്ക് കൂടിയായി ടോട്ടൽ 8 മാർക്ക്. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ പബ്ലിക് പരീക്ഷയ്ക്ക് വന്നാലും എളുപ്പത്തിൽ തന്നെ ആൻസർ നേടാൻ സാധിക്കുന്നതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി 1991. 1991 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുക. ഇവിടെ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസിയാണ് ചോദിച്ചിരിക്കുന്നത്. 8 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസും അതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് രണ്ടാണ്. ന്യൂ ഇക്കണോമിക് പോളിസിയിൽ 2 തരത്തിലുള്ള പ്രോഗ്രാമുകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു അല്ലേ. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമുകളും. 2 സ്കോർ അവിടെ ലഭിക്കും. പിന്നീട് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇവ ഓരോന്നും എന്താണെന്നും അവയുമായി ബന്ധപ്പെട്ട് ഒരു ചെറു വിവരണവും കൊടുക്കുമ്പോൾ ഓരോന്നിനും 2 മാർക്ക് വീതം, അങ്ങനെ 6ഉം. നേരത്തെ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമും കൂടി അതിലേക്ക് ചേർന്ന് വന്നാൽ 8 മാർക്ക് പൂർണ്ണമായിട്ട് കരസ്ഥമാക്കാൻ സാധിക്കും. ഇനി ഇക്കോ ടെസ്റ്റിലെ 2ാമത്തെ പരീക്ഷ നടക്കുന്നത് ആഗസ്റ്റ് 9-നാണ്. അന്ന് ആ പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യനും ആൻസർ കീകളും ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ,
Thank you.
പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് മലപ്പുറം എക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ, അതായത് August 2 തിങ്കളാഴ്ച 2021 എക്കോ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരിക്കുകയാണ്. FYQ1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിനോടകം 8 മണി മുതൽ 9:30 വരെയുള്ള സമയങ്ങളിൽ കൂൾ ഓഫ് ടൈം അടക്കം വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞത്. അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ എങ്ങനെയാണ് അതിന് മാർക്കുകൾ ലഭിക്കുന്നതും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതും എന്നാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഓരോ ചോദ്യങ്ങളും അതിന് ഏത് രീതിയിൽ ഉത്തരം വരണമെന്നുള്ളതും മനസ്സിലാക്കി വെക്കുന്നത് പൊതുപരീക്ഷയിലേക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഇനി അടുത്ത എക്കോ ടെസ്റ്റിലെ രണ്ടാമത്തെ പരീക്ഷ നടക്കുന്നത് August 9 അന്ന് ആ പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യനും ആൻസർ കീകളും ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.